ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 15ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. തതസ്ഥാൻ ലക്ഷ്യവിത്രസ്ഥാൻ യക്ഷേന്ദ്രാംശ സഹസ്രശ. ആയിരക്കണക്കിന് യക്ഷേന്ദ്രന്മാർ ഭയപ്പെട്ടത് കാണുകയാൽ കുബേരൻ അപ്പോൾ സ്വയമൊരുങ്ങി പോരിനായിട്ട് പുറപ്പെട്ടു. അവിടെ അതിദുർജയനായിരിക്കുന്ന മാണിചരൻ എന്ന യക്ഷൻ 4000 യക്ഷന്മാരാൽ പരിവൃതനായിട്ട് പോരാടി. തോമരം, മുൾത്തടി, ഗദ, കുന്തം, വേല്, മുസലം എന്നിവയാൽ പ്രഹരിച്ചുകൊണ്ട് ആ യക്ഷന്മാര് രാക്ഷസന്മാരുടെ നേർക്ക് ഓടി അടുത്തു. 1000 യക്ഷന്മാരെ പ്രഹസ്തൻ പോരിൽ വധിച്ചു. അനിന്ദിതരായിരിക്കുന്ന മറ്റൊരു 1000 പേരെ മഹോദരനും വധിച്ചു. അല്ലയോ രാജൻ, യുദ്ധോത്സാഹിയായിരിക്കുന്ന മാരീചൻ ക്രുദ്ധനായി കണ്ണിമയ്ക്കുന്ന നേരത്തിനുള്ളിൽ 2000 പേരെയാണ് കൊന്നു വീഴ്ത്തിയത്. ധൂമ്രാക്ഷനാകട്ടെ കൊടുമ്പോരില് കോപത്തോടെ പാഞ്ഞെടുത്ത മാണിഭദ്രന്റെ മാറില് ഉലക്ക കൊണ്ടടിച്ചു. എന്നിട്ടും അവനിളകിയില്ല. അപ്പോൾ മാണിഭദ്രൻ ഗത ചുഴറ്റി ധൂമ്രാക്ഷ രാക്ഷസന്റെ ശിരസിൽ വീശിയടിച്ചു. അവൻ മൂർച്ഛിച്ചുകൊണ്ട് നിലം പതിച്ചു. പോരിൽ അടിയേറ്റ് നിണം വാർന്നു വീണ ധൂമ്രാക്ഷനെ കാണുകയാൽ ദശഗ്രീവൻ മാണിഭദ്രന്റെ നേർക്ക് പാഞ്ഞെടുത്തു. തം ക്രുദ്ധമഭിതാവന്തം മാണിഭദ്രോ ദശാനനം. യക്ഷപുങ്കവനായിരിക്കുന്ന മാണിഭദ്രൻ ക്രോധിച്ചുകൊണ്ട് പാഞ്ഞേൽക്കുന്ന ആ ദശാനനെ 3 വേലുകൾ കൊണ്ട് കുത്തി. താടിതോ മാണിഭദ്രസ്യ മുകുടേ പ്രാഹരത്രണി. കുത്തേറ്റ അവൻ പോരിലെ മാണിഭദ്രന്റെ കിരീടത്തിൽ ഓങ്ങിയടിച്ചു. അവന്റെ ആ കിരീടം അടിയേറ്റ ഒരു വശത്തേക്ക് ചൊരിഞ്ഞു. അപ്പോൾ പൊരുതുന്ന അവനാൽ തടയപ്പെട്ടിട്ടും പിൻവാങ്ങിയില്ല. അന്നു മുതൽ ഈ യക്ഷനാകട്ടെ പാർശ്വമൂലി എന്ന് പ്രഖ്യാതനായിട്ട് വന്നു. അല്ലയോ മന്നവ, മഹാത്മാവായിരിക്കുന്ന ആ മാണിഭദ്രൻ എന്ന യക്ഷൻ പിന്മാറിയപ്പോൾ വമ്പിച്ച ഒച്ച ആ മലയില് മുഴങ്ങി. ശംഖപത്മസമാവൃതനായിരിക്കുന്ന ധനാധിപനും കുബേരനും ശുക്രപ്രോഷ്ടപതന്മാരോടുകൂടി ഗതയുമേന്തി വരുന്നതപ്പോൾ ദൂരത്തു നിന്ന് കാണായി. സദൃഷ്ട്വാ പ്രാതരം സംഘേ ശാപാൽ വിഭ്രഷ്ട ഗൗരവം. ശാപം മൂലം മാനവും മര്യാദയുമറ്റ സോദരനെ പോരിൽ കണ്ട് പൈതാമകുലത്തിന് അനുരൂപമായി കൊണ്ട് ധീമാൻ ഇങ്ങനെ പറഞ്ഞു: ദുർമതേ, ഞാൻ തടഞ്ഞിട്ടും നീ അറിയുന്നില്ലല്ലോ. ഒടുവിൽ ഇതിന്റെ ഫലമായി നരകത്തിലെത്തുമ്പോൾ നീ അറിഞ്ഞുകൊള്ളും. വെളിവില്ലാതെ വിഷപാനം ചെയ്തിട്ടതറിയാത്ത മനുഷ്യൻ ആ ചെയ്തതിന്റെ ഫലം അവസാനമാകുമ്പോൾ അറിയും. ദേവന്മാർ നിന്റെ യാതൊരു ധർമ്മത്തിലും തൃപ്തരല്ല. അതിനാൽ നീ ഈ നിലയിലായി നീ ഇതറിയുന്നുമില്ല. മാതാപിതാക്കളെയും ഭ്രാതാവിനെയും ആചാര്യനെയും അവഗണിക്കുന്നവൻ അതിന്റെ ഫലം പ്രേതരാജാവിന്റെ അടുത്തെത്തുമ്പോൾ അറിയും. അധ്രുവേഹി ശരീരയോ ന കരോതി തപോർജനം. അസ്ഥിരമായ ശരീരമുണ്ടായിട്ടും തപസ് നേടാതിരിക്കുന്ന മൂഢൻ മൃതനായ ശേഷം തൻ ഗതിയടയുമ്പോൾ പശ്ചാത്തപിക്കും. ദുർബുദ്ധിയായ ഒരുവന് സ്വയമേവ സൽവിചാരം ഉളവാകുന്നില്ല. അതിനാൽ എപ്രകാരമുള്ള കർമ്മം ചെയ്യുന്നുവോ അപ്രകാരമുള്ള ഫലവും അനുഭവിക്കാനായിട്ടിടയാകും. അവരവർ ചെയ്ത പൂർവകർമ്മങ്ങളുടെ ഫലം കൊണ്ടാണല്ലോ മനുഷ്യരെല്ലാം സദ്ബുദ്ധിയും ശൗര്യവും ധൈര്യവും പുത്രന്മാരെയും ഒക്കെ നേടുന്നത്. നിന്റെ ബുദ്ധി ഇങ്ങനെയായതുകൊണ്ട് നീ നരകത്തിൽ പോകും. നിന്നോട് ഞാനിത് സംസാരിക്കില്ല. ദുർവൃത്തന്മാരോട് ഇതാണ് വേണ്ടത്. ഏവമുക്താസ്തേന തസ്യാമാത്യാഹ സമാഹിത. അവനിങ്ങനെ പറഞ്ഞ ശേഷം അവന്റെ മന്ത്രിമാര് സമാഹിതരായി ക്രോധാവേശത്തോടെ ക്രൂര രാക്ഷസന്മാരെ പോരില് പ്രഹരിച്ചു. അപ്പോൾ ആ മഹാത്മാവായ യക്ഷേന്ദ്രൻ ഗതകൊണ്ട ദശഗ്രീവന്റെ തലയിൽ തന്നെ തല്ലി. എങ്കിലും അവൻ സ്വസ്ഥാനത്ത് നിന്ന് ഇളകിയില്ല. വൻപോരിൽ വാശി പൂണ്ട് അവരിരുവരും പരസ്പരം പ്രഹരിച്ചു. എന്നിട്ടും അവർ തളർന്നില്ല, വ്യാകുലപ്പെടുകയും ചെയ്തില്ല. ഭരതൻ അവന്റെ നേരെ അപ്പോൾ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. രാക്ഷസേശ്വരനാകട്ടെ വരുണാസ്ത്രം കൊണ്ട് അതിനെ കെടുത്തിക്കളഞ്ഞു. പിന്നീട് ആ രാക്ഷസാധിപൻ രാക്ഷസന്മാരുടെ മായ കൈക്കൊണ്ട് കൂറ്റൻ ഗത ചുഴറ്റി കുബേരന്റെ തലയിൽ അടിച്ചു. ധനാധിപനാകട്ടെ അവന്റെ തല്ലേറ്റ് തളർന്ന് ചോര പാർന്ന് വേരെടുത്ത അശോകത്തെ പോലെ വീണുപോയി. അപ്പോൾ പത്മാദികളായ ദേവതകളാൽ ചുഴന്ന ധനനാഥനെ അവർ നന്ദനോദ്യാനത്തിലേക്ക് കൊണ്ടുപോയി ആശ്വസിപ്പിച്ചു. രാക്ഷസേന്ദ്രൻ ആ കുബേരനെ ഇപ്രകാരത്തിൽ ജയിച്ച് സന്തുഷ്ടചിത്തനായി അവന്റെ വിജയലക്ഷണമായി വിമാനവും തട്ടിയെടുത്തു. സ്വർണ്ണ തൂണുകളുള്ളതും വൈഡൂര്യ കമാനങ്ങളോട് കൂടിയതും മുത്തുമാലകളാൽ മൂടിയതും
സർവാഭീഷ്ടങ്ങളും നൽകുന്നതും ഇച്ഛാനുസൃതം സഞ്ചരിക്കുന്നതും പരാക്രമം കൊണ്ട് നേടിയതുമായിരിക്കുന്ന ആ വിമാനത്തിലേറി കുബേരനെ ജയിച്ച് ആ നൃപൻ കൈലാസത്തിൽ നിന്നും ഇറങ്ങി. ഇങ്ങനെ കുബേരനും രാക്ഷസേന്ദ്രനുമായ രാവണനുമായിട്ടുണ്ടാകുന്ന യുദ്ധത്തെ പറ്റിയിട്ടാണ് ഈ സർഗത്തിൽ വർണ്ണിച്ചത്. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.